ഹായ് ഫ്രണ്ട്സ്, ഷിസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അഡീനിയം സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുൻപ് ഒരു അഡീനിയം സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 75 രൂപയുടെ സിംഗിൾ പെറ്റൽസ്, പിന്നെ മൾട്ടി പെറ്റൽസ്. അത് റേറ്റ് വ്യത്യാസമുണ്ട്, അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൾട്ടി പെറ്റൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ പെറ്റൽസ് വന്നിട്ടില്ല കേട്ടോ. ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു 60 വെറൈറ്റിക്ക് അടുത്ത് നമ്മളുടെ കയ്യിൽ കുറച്ച് അഡീനിയം വെറൈറ്റീസ് വന്നിട്ടുണ്ട്. എല്ലാം മൾട്ടി പെറ്റൽസ് ആണ്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും നമ്പർ സഹിതം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഡീനിയം നമ്മൾ കെയർ നോക്കുമ്പോൾ നല്ല രീതിയിൽ വെയിലത്ത് തന്നെ വെക്കണം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണോ പ്ലാന്റ് കിട്ടുന്നത് അപ്പോൾ തൊട്ട് നമ്മൾ പോട്ടി മിക്സ് സെറ്റാക്കി നിങ്ങൾ വെയിലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ അതിൻ്റെ കോഡക്സ് ഉള്ള ഏരിയ മണ്ണിൻ്റെ അടിയിലാവാണ്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ കോഡക്സിൽ നനയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്, അങ്ങനെ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും അഡീനിയം കെയർ എന്ന് പറഞ്ഞ് ചെയ്യാനില്ല. വെയിൽ, ആവശ്യമുള്ള രീതിയിലുള്ള വെള്ളം, ഫെർട്ടിലൈസർ, ഇതേ നോക്കണ്ടുള്ളൂ കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പകുതി കണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് മെസ്സേജ് അയക്കുന്നതിനും നല്ലതാണ്. എല്ലാം കണ്ട് വ്യക്തമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്നത്, ഇനി ഞാൻ വീഡിയോയിലോട്ട് കടക്കാം, അഡീനിയത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. സെയിലിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. ബെയർ റൂട്ടഡ് ആയിട്ടാണ് അയക്കുക. അതായത് മണ്ണോട് കൂടിയോ ചട്ടിയോട് കൂടിയോ എല്ലാം അയക്കുക. ആളുകൾ ചോദിക്കുന്നുണ്ട് ചട്ടിയോട് കൂടി അയക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അയക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ അയക്കുന്നത് ബെയർ റൂട്ടഡ് ആയിട്ടാണ്. നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ അയക്കുക കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പിഴുതെടുത്ത് നിങ്ങൾക്കത് പറിച്ച് അയക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം നിങ്ങളുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡ്രൈ ആക്കാൻ വെക്കും. ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം നമുക്ക് അഡീനിയം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ മിനിമം 5 വെറൈറ്റി എങ്കിലും ഓർഡർ ചെയ്യണം. ഒരു വെറൈറ്റി അല്ല, 5 വെറൈറ്റി എങ്കിലും മിനിമം സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൊറിയർ ചാർജസ് എക്സ്ട്രാ വരുന്നതായിരിക്കും. ഈ ഒരു 5 വെറൈറ്റിക്കും കൂടെ ഒരു ചാർജ് ആയിരിക്കും. ഓരോ വെറൈറ്റിക്ക്, അതായത് ഓരോ ചെടിക്ക് ഓരോ പ്രൈസ് എന്നല്ല, മൊത്തത്തിലാണ് 5 മുതൽ 10 പ്ലാന്റ്സ് വരെയൊക്കെ സെയിം കൊറിയർ ചാർജ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10 പ്ലാന്റ്സ് വരെ ഒരു കൊറിയർ ചാർജ്, അതുപോലെ തന്നെ 20 പ്ലാന്റ്സ് വരെ ഒരു കൊറിയർ ചാർജ്, അങ്ങനെ ആയിരിക്കും കേട്ടോ. പ്രത്യേകം എടുത്ത് പറയാണ്, 75 രൂപ സ്റ്റാർട്ടിംഗ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 75 രൂപ മുതൽ 250 രൂപ വരെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് മൾട്ടി പെറ്റൽസ് ആണ്. നിങ്ങൾക്ക് 100 മുതൽ 250 രൂപ വരെ പ്രൈസ് വരുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആൾമോസ്റ്റ് ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 120 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. പ്രൈസ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. കൊറിയർ ചാർജസ് എക്സ്ട്രാ വരും. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, മിനിമം നിങ്ങൾ 5 വെറൈറ്റി എങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ. ഒന്നായിട്ട് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നില്ല. കാരണം കൊറിയർ ചാർജസ് നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഒരു പ്ലാന്റ് മാത്രമായിട്ട് അയച്ചു കൊടുക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ആളുകൾ ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിക്കാണ്ടിരിക്കില്ല എപ്പോഴും. അത് നമ്മൾ നൈറ്റ് ടൈമിലൊക്കെയാണ് കൂടുതലും ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വാട്സപ്പിൽ എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഫ്രീ ആകുന്ന സമയം നോക്കിയിട്ട് നമ്മളെല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ആർക്കും റിപ്ലൈ കൊടുക്കാണ്ടിരിക്കില്ല കേട്ടോ. എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ കണ്ടുന്നില്ല എന്ന് വിചാരിച്ച് വാട്സപ്പിൽ എന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം കോഡക്സ് ഉള്ള ചെടികളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ സർവീസ് ഏതാണ്, പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഏജ് ചോദിച്ചു വരുന്നവരുണ്ട് കുറച്ച്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഏകദേശം പറയാൻ പറ്റില്ല. നിങ്ങൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ ഫ്ലവർ തരും എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ കൊടുത്തവർ ഒത്തിരി പേര് ഇതുപോലെ 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജസ് അയക്കാറുണ്ട്. ചെടികൾ അവർക്ക് പൂവിട്ടതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ
സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. അഡ്രസ്സിൽ കോണ്ടാക്ട് നമ്പർ മസ്റ്റാണ് കേട്ടോ. വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ തന്നെ വെക്കുക. കറക്റ്റ് അഡ്രസ്സ്, പിൻകോഡ് എല്ലാം തന്നെ വെക്കണം. നിങ്ങൾ ഫോൺ നമ്പർ എഴുതി അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഏത് കോഡാണോ, ഏത് 5 വെറൈറ്റി ആണോ വേണ്ടത്, ആ ഒരു 5 വെറൈറ്റിയുടെ കോഡ് ഓർഡറിൽ എഴുതി അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 5 വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു 8 വെറൈറ്റി സെലക്ട് ചെയ്യാം. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ കറക്റ്റ് 5 വെറൈറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നിങ്ങൾ ചൂസ് ചെയ്ത ഒരു വെറൈറ്റി എക്സ്ട്രാ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 5 പ്ലാന്റാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 പ്ലാന്റിൻ്റെ കോഡിന് പുറമെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പ്ലാന്റിൻ്റെ കോഡ് കൂടെ വയ്ക്കുക. അതുപോലെ തന്നെ 10 പ്ലാന്റ്സ് ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 12 അല്ലെങ്കിൽ 13 കോഡുകൾ വെക്കുക കേട്ടോ. നിങ്ങൾ ചൂസ് ചെയ്ത 13 വെറൈറ്റീസിൻ്റെ കോഡുകൾ വെക്കുക. അപ്പോൾ അതിൽ ആ 13 എണ്ണത്തിൽ ഏതെങ്കിലും 10 എണ്ണമാണ് അയക്കുന്നുണ്ടായിരിക്കുക. പ്രിഫറൻസ് നിങ്ങൾക്ക് എഴുതാം. അതില്ല എന്നുണ്ടെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അങ്ങനെയും അയക്കാം. ഇനി പറയാനുള്ളത് കൊറിയർ സർവീസാണ്. ആമസോൺ ഡെലിവറി അതല്ല എന്നുണ്ടെങ്കിൽ ആമസോൺ ഷിപ്പിംഗ്, അതല്ല ഡെലിവറി, അങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. DTDC കൊറിയർ സർവീസ് അല്ല. നിങ്ങൾ അഡ്രസ്സ് ഏതാണോ തന്നത് ആ പ്രോപ്പർ അഡ്രസ്സിൽ നിങ്ങൾ എത്തിക്കും. അപ്പോൾ ചില ആളുകൾ DTDCയുടെ അഡ്രസ്സാണ് തരാറ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. DTDCയിലല്ല അയക്കുന്നത്, ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്കാണ് എത്തിച്ച് തരുന്നത് കേട്ടോ. അഡ്രസ്സിലെ പിൻകോഡോ ഫോൺ നമ്പറോ ഒന്നും മാറാണ്ട് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പിൻകോഡ് മാറ്റി തന്നു കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുക. അതായത് പ്ലാന്റ് തിരിച്ചു പോകും, അയച്ച ആൾക്കാരനെ തിരിച്ചു പോകും. കാരണം ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ തിരിച്ചു പോവില്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ അയക്കുന്നത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ അയച്ചു തരും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ അയക്കാൻ പറ്റുന്നുണ്ടാകില്ല കേട്ടോ. നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞ് നമുക്കൊരു 15 to 25 ഡേയ്സൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡിലേ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു 50-60 ആളുടെ ഓർഡറാണ് ഒരുമിച്ച് അയക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും ദിവസം അയക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആ ഒരു ടൈം ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു.